വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ 8ാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് 3 അതിലെ ലാസ്റ്റ് ചാപ്റ്ററായ ദി ആസ്ട്രോണമർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ വാക്കും മലയാളത്തിലെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻസ? ഫസ്റ്റ് സ്റ്റാൻസയിൽ ആദ്യത്തെ സ്റ്റാൻസയിലെ ആ കുട്ടിയുടെ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹാവ് യു എവർ ഫെൽറ്റ് ദ സെയിം വേ? നിങ്ങൾക്കും ആ കുട്ടിക്ക് തോന്നിയതുപോലെ തന്നെ തോന്നിയിട്ടുണ്ടോ? ആൻസർ, ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? വെൻ ഇൻ ദ ഈവനിങ് the round full moon gets entangled among the branches of the darum tree, couldn't somebody catch it? ആ ഒരു മരത്തിൽ നമ്മുടെ മൂൺ തങ്ങി നിൽക്കുമ്പോൾ ആർക്കെങ്കിലും അതിനെ പിടിച്ചൂടെ എന്നതായിരുന്നു കുട്ടിയുടെ ക്വസ്റ്റ്യൻ. ഈസ് വെരി സ്വീറ്റ് ആൻഡ് ഇന്നസെൻറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ വളരെ സ്വീറ്റാണ്, ഇന്നസെൻറ്റുമാണ്. ദ ചൈൽഡ് ട്രൂലി ബിലീവ്സ് ദാറ്റ് ദ മൂൺ ഇസ് സ്റ്റക്ക് ഇൻ ദ ട്രീ ആൻഡ് ക്യാൻ ബി കോട്ട് ബൈ ഹാൻഡ്. കുട്ടി സത്യത്തിൽ വിശ്വസിക്കുകയായിരുന്നു ആ ഒരു ചന്ദ്രൻ മരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നും കൈകൊണ്ട് അതിനെ എടുക്കാൻ പറ്റുമെന്നും. ഇറ്റ് ഷോസ് ഹൗ ചിൽഡ്രൻ സീ ദ വേൾഡ് വിത്ത് ഇമാജിനേഷൻ ആൻഡ് വണ്ടർ. ഇതുവഴി കാണിച്ചു തരുന്നത് കുട്ടികൾ എങ്ങനെയാണ് ലോകത്തെ അത്രത്തോളം ഇമാജിനേഷനോടെയും വണ്ടർ അത്ഭുതത്തോടെയും കാണുന്നത് എന്ന്. യെസ്, മെനി പീപ്പിൾ ഹാവ് ഫെൽറ്റ് ദ സെയിം വേ ആസ് എ ചൈൽഡ്. നമുക്കും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? തിങ്കിങ് ദ മൂൺ ഇസ് വെരി നിയർ. മൂൺ നമ്മുടെ തൊട്ടടുത്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഓർ വാണ്ടിങ് ടു ടച്ച് ഇറ്റ്, അതിനെ തൊടണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകും നമ്മളും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാദാസ് ആൻസർ ടു ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ? ഈ കുട്ടിയുടെ ചോദ്യത്തിന് എന്താണ് ദാദ ആൻസർ കൊടുത്തത്? ദാദ എന്ന് പറഞ്ഞാൽ മൂത്ത ചേട്ടൻ അല്ലേ? ആൻസർ എന്തായിരുന്നു? ദാദ ഫസ്റ്റ് ലാവ്സ്. ഇത് കേട്ടിട്ട് ആദ്യം ദാദ ചിരിക്കുകയാണ് ചെയ്തത്. ദെൻ ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ മൂൺ ഈസ് വെരി ഫാർ അവേ സോ നോ വൺ ക്യാൻ ക്യാച്ച് ഇറ്റ്. എന്നിട്ട് എന്ത് പറഞ്ഞു കൊടുത്തു? ചന്ദ്രൻ ഒത്തിരി ദൂരെയാണ്, ആർക്കും അതിനെ പിടിക്കാനായിട്ട് കഴിയില്ല എന്ന്. Do you think the child is convinced by Dada's arguments? Why or why not? ദാദ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊത്തിരി ദൂരെയാണ്, നമുക്ക് പിടിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരം കുട്ടിക്ക് ബോധ്യപ്പെട്ടോ? വൈ ഓർ വൈ നോട്ട്, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടല്ല? നോ, ദ ചൈൽഡ് ഇസ് നോട്ട് കൺവിൻസ്ഡ് അറ്റ് ഓൾ. ഒരിക്കലുമില്ല അല്ലേ? കുട്ടിക്ക് ആ ഉത്തരം ബോധ്യപ്പെട്ടതേ ഇല്ല. ഹി ആർഗ്യൂസ് ബാക്ക് യൂസിങ് സിമ്പിൾ എക്സാമ്പിൾസ് ഫ്രം ഹിസ് ഓൺ ലൈഫ്. കുട്ടിയും തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ എക്സാമ്പിൾസ് വെച്ചിട്ട് ആർഗ്യൂ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത്. വെൻ ദാദ സേസ് ദ മൂൺ ഈസ് ഫാർ അവേ, ദ ചൈൽഡ് സേസ്. ദാദ പറഞ്ഞു ചന്ദ്രൻ ഒത്തിരി ദൂരെയാണ് എന്ന്. അപ്പോൾ കുട്ടി എന്താ ചോദിച്ചേ? വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹർ വിൻഡോ ആൻഡ് സ്മൈൽ അറ്റ് us, വുഡ് യു കോൾ ഹർ ഫാർ അവേ? അമ്മ ജനലിലൂടെ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ അമ്മ എന്താ അത്രേ ദൂരെയാണോ എന്ന് കുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ലേ? ദ ചൈൽഡ് ബിലീവ്സ് ഹിസ് ഓൺ എക്സ്പീരിയൻസസ് മോർ ദാൻ ദാദാസ് ഫാക്ട്സ്. സ്വന്തം അനുഭവങ്ങളിൽ നിന്നുണ്ടായ കാര്യങ്ങളെയാണ് കുട്ടിക്ക് വിശ്വാസം, അല്ലാതെ ദാദ പറയുന്ന ഫാക്റ്റ് കുട്ടീനെ ബോധ്യപ്പെടുത്തുന്നതേ ഇല്ല. ഹിസ് ആൻസേഴ്സ് ഷോ ഹൗ ചിൽഡ്രൻ തിങ്ക് വിത്ത് ദെയർ ഹാർട്ട്സ് ആൻഡ് ഫീലിങ്സ്, നോട്ട് വിത്ത് ലോജിക്. അവൻ്റെ ഉത്തരങ്ങൾ എന്താ കാണിച്ചു തരുന്നത്? കുട്ടികൾ ചിന്തിക്കുന്നത് അവരുടെ ഹൃദയം കൊണ്ടാണ്, അല്ലാതെ ലോജിക്ക് വെച്ചല്ല എന്ന്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ പോയം ക്യാപ്ചർ ദി ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്? എങ്ങനെയാണ് ഈ കവിത ചൈൽഡ്ഹുഡ് അല്ലെ, കുഞ്ഞു കുട്ടികളുടെ ഇമാജിനേഷനും നിഷ്കളങ്കതയും ഒക്കെ വരച്ച് കാട്ടുന്നത്? Quote specific lines from the poem to support your answer. കവിതയിലെ വരികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം എഴുതാം. The poem beautifully shows how innocent and imaginative children are. എങ്ങനെയാണ് കാണിച്ചു തരുന്നത്? The child believes what he sees. താൻ എന്താണോ കാണുന്നത് അതാണ് കുട്ടി വിശ്വസിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 2 ലൈൻസ് തന്നെ. When in the evening the round full moon gets entangled among the branches of the darum tree, couldn't somebody catch it? മരത്തിൽ കുടുങ്ങി കിടക്കുമ്പോൾ ആർക്കെങ്കിലും ആ ചന്ദ്രനെ പിടിച്ചൂടെ എന്ന് ചോദിക്കുന്നു. ഹി ഗീവ്സ് ലവിങ് എക്സാമ്പിൾസ് ടു എക്സ്പ്ലെയിൻ ഹിസ് തോട്ട്സ്. അവൻ്റെ ചിന്തകളെക്കുറിച്ച് പറയാനായിട്ട് അവൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട് അല്ലേ? വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹർ വിൻഡോ ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് us പ്ലേയിങ്, വുഡ് യു കോൾ ഹർ ഫാർ അവേ? ജനാലകളിലൂടെ നമ്മൾ കളിക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുന്ന അമ്മ എന്താ അത്ര ദൂരെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹി ക്വസ്റ്റ്യൻസ് ഗ്രോൺ അപ്പ് നോളജ് വിത്ത് കോൺഫിഡൻസ്. മുതിർന്നവരുടെ അറിവിനെ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്, അതും നല്ല കോൺഫിഡൻസോടെ. എന്താ ചോദിക്കുന്നത്? ദാദാ, വാട്ട് നോൺസെൻസ് ദേ ടീച്ച് അറ്റ് യുവർ സ്കൂൾ? നിന്റെ സ്കൂളിൽ സത്യത്തിൽ എന്ത് നോൺസെൻസ്, എന്ത് മണ്ടത്തരം, എന്ത് പൊട്ടത്തരമാണ് പഠിപ്പിച്ചു വിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ദിസ് ഷോസ് ഹൗ ചിൽഡ്രൻ ഓഫൺ സീ ദ വേൾഡ് വിത്ത് ഇമാജിനേഷൻ, ലവ് ആൻഡ് ക്യൂരിയോസിറ്റി. ഇതുവഴി കുട്ടികൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്? ഇമാജിനേഷനോടെ, കൗതുകത്തോടെ, ക്യൂരിയോസിറ്റിയോടെ, സ്നേഹത്തോടെ എന്ന് പറയാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് ഡാഡ റിവീൽ അബൌട്ട് ദെയർ റിലേഷൻഷിപ്പ്? ഇവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദ പോയം ഷോസ് എ വാം ആൻഡ് ലവിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ഡാഡ. നല്ല സ്നേഹം നിറഞ്ഞ ഒരു ബന്ധം തന്നെയാണ് അല്ലേ? നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഡാഡ ഈസ് കൈൻഡ് ആൻഡ് പേഷ്യൻറ്റ്
ഡാഡ കൈൻഡാണ്, അതുപോലെ ക്ഷമയും ഉണ്ടല്ലേ. ഈവൻ വെൻ ഹി കോൾസ് ദിസ് ചൈൽഡ് സില്ലി, പല സമയങ്ങളിലും സില്ലി സില്ലി എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീസ് റിയലി പേഷ്യൻ്റ് അല്ലേ. ഹി എക്സ്പ്ലെയിൻസ് എവ്രിതിങ് കെയർഫുള്ളി ഇൻസ്റ്റെഡ് ഓഫ് സ്കോൾഡിങ്, കുട്ടീനെ വഴക്ക് പറയുന്നതിന് പകരം ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണാം. ദ ചൈൽഡ് ഫീൽസ് സേഫ് ആൻഡ് ലവ്ഡ്, കുട്ടിക്ക് വളരെ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്, സ്നേഹവും അനുഭവിക്കുന്നു. ആൻഡ് ഹി ടോക്സ് ഫ്രീലി വിത്ത് ഡാഡ, വളരെ ഫ്രീ ആയിട്ടാണ് ചേട്ടനോട് സംസാരിക്കുന്നത്. ഈവൻ ടീസിങ് ഹിം അബൌട്ട് വാട്ട് ഹി ലേൺസ് ഇൻ സ്കൂളിൽ നിങ്ങൾ എന്ത് പൊട്ടത്തരാ പഠിപ്പിച്ചു വിടുന്നതെന്ന് വരെ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ബോണ്ടും നല്ലൊരു കണക്ഷനും ഒരു ഫ്രീഡവും ഉണ്ട്. ദ കോൺവെർസേഷൻ ഷോസ് അഫെക്ഷൻ ആൻഡ് ട്രസ്റ്റ്, സ്നേഹവും ഒപ്പം ട്രസ്റ്റ് വിശ്വാസതയും അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിലൂടെ വ്യക്തമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ യൂണിറ്റ് 3 ചാപ്റ്റർ 3ലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഈ ചാപ്റ്ററിലെ തന്നെ ആക്ടിവിറ്റീസുമായിട്ട് എത്രയും വേഗം കാണാം. താങ്ക്